കേരള NGO യൂണിയൻ KGOA, KGNA എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പൊതുജനാരോഗ്യ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പൊതുജനാരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന വലതുപക്ഷ സമീപനത്തിനെതിരെയായിരുന്നു കൂട്ടായ്മ. കേരള NGO യൂണിയൻ, KGOA, KGNA എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പൊതുജന ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലോകത്തിന് മാതൃകയായ സംസ്ഥാനത്തെ പൊതുജന ആരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന വലതുപക്ഷ സമീപനത്തിനെതിരെയായിരുന്നു പൊതുജന ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി അവരെന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലേർപ്പെട്ടോ, നമ്മുടെ ഇടതുപക്ഷം എന്ന് കേരളത്തിൽ ഭരണം തുടങ്ങിയോ അന്ന് മുതൽ വളരെ മോശം അനുഭവമാണ് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് നേരിടുന്നത്. ഈ സമയത്ത് എങ്കിൽ പോലും അവരുടെ ഒരു നിരീക്ഷണത്തിൽ മാത്രമുള്ള നീതി ആയോഗ് എന്ന സംവിധാനം, അതായത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഇത് ആ സംവിധാനത്തിന്റെ നിയന്ത്രണമുള്ളത്. ആ നീതി ആയോഗിൽ പൊതുജനാരോഗ്യ മേഖലയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളം തന്നെയാണെന്ന് അവർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ വളരെ വ്യാപകമായി മോശം പ്രചരണങ്ങളാണ്. അതായത് നമ്മളുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകുകയും, ഇപ്പോൾ 2 ദിവസം മുമ്പ് നമുക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടല്ല, എന്നാൽ ഏകദേശം 268 കുടുംബങ്ങൾക്ക് പട്ടയം ഭൂമി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് കൈരളിയിലും ദേശാഭിമാനിയിലും അല്ലാതെ ഒരു വരി വാർത്ത ഒരു ചാനലും വന്നിട്ടില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വികസന കുതിപ്പിലാണ് കേരളം. ഈ ഒരു അവസ്ഥയിൽ പോലും വളരെ മോശം അവസ്ഥയിലേക്ക് കേരളം വളരെ മോശം അവസ്ഥയിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ. അപ്പോഴാണ് ഇത്തരം ഈ പൊതുജനാരോഗ്യ മേഖലയിലും പൊതുജന സംരക്ഷണം മുഖ്യ അജണ്ടയായിട്ട് എടുത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തുന്ന ഈ സംരംഭങ്ങൾ, ഈ പരിപാടികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. KGOA ജില്ലാ സെക്രട്ടറി P. പ്രശാന്ത് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിവിൽ സർവീസിലെ പ്രബല സംഘടനകളായിട്ടുള്ള കേരള NGO യൂണിയൻ, KGOA, KGNA സംഘടനകൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ ഇത്തരം വിമർശനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ ബോധ്യമുണ്ടാക്കുന്നതിന്, പൊതുസമൂഹത്തിൽ ഈ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനായി ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരുന്നു. വയനാട് ദുരന്തം ഒരുപാട് ദുരിതം ആ നാട്ടിലെ ജനങ്ങൾക്ക് വിതച്ച ഒരു സംഭവമായിരുന്നു. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ആ പ്രദേശത്തുള്ള ഏതാണ്ട് ഒരു പഞ്ചായത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം പ്രദേശത്തുള്ള ആൾക്കാർ ജീവിതം കൊണ്ടാകെ സമ്പാദിച്ച എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. മറികടക്കാൻ, അവരുടെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരുടെ ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാക്കുവാൻ, അവർക്ക് ഇത്തരത്തിലൊരു ദുരന്തത്തിൻ്റെ ഏതെങ്കിലും ഒരു പേടിപ്പിക്കുന്ന തോന്നലുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കുവാൻ കേരളത്തിലെ സാധാരണക്കാരായ അടക്കം ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗവൺമെൻറ് ബോധപൂർവമായ ഇടപെടൽ നടത്തിയത് നാം കണ്ടതാണ്. ഈ ഘട്ടത്തിലടക്കം നമ്മളെ സഹായിക്കാനെന്ന നിലയിൽ, ദുരിതബാധിതരെ സഹായിക്കാനെന്ന നിലയിൽ അവിടെ വന്നുപോയ ദേശീയ നേതാക്കളടക്കം കൈക്കൊണ്ട നിലപാട് നാം കണ്ടതാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളെ വാരി മുത്തം കൊടുത്തും തൊട്ടു തലോടിയുമൊക്കെ പോയവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി എന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നതായി ഇക്കാലയളവിൽ നാം കണ്ടില്ല. ആ ഘട്ടത്തിലാണ് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട്, അവർക്ക് ലൈവ്ലിഹുഡ്, അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ജീവനോപാധി നൽകുന്നതിന് വേണ്ടിയുള്ള സമീപനം. NGO യൂണിയൻ കായംകുളം ഏരിയ സെക്രട്ടറി അജിത് എസ് ചന്ദ്രൻ, KGOA ജില്ലാ കമ്മിറ്റി അംഗം P. ബാബു എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.